പോകുന്നത് കോട്ടയം ജില്ലയിലേക്കാണ്. സനോജ് സുരേന്ദ്രൻ തയ്യാറാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനിഷ. ഗുഡ് മോർണിംഗ്. സ്വകാര്യ വാഹനങ്ങളെയൊക്കെ നമുക്ക് നിരത്തിൽ കാണാം. ഏത് രീതിയിലാണ് ജില്ലയിലെ ദേശീയ പണിമുടക്കിനോടുള്ള പ്രതികരണം? മനിഷ, കോട്ടയം ജില്ലയിലും പണിമുടക്ക് സമ്പൂർണ്ണമാണ് എന്നുള്ളതാണ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം നഗരത്തിലെ തിരുനക്കരയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സാധാരണ നിലയിൽ ഈ സമയങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ തിരക്കുള്ള ഒരു നിരത്താണിത്. MC റോഡാണ്. വാഹനങ്ങൾ ചീറിപ്പായുന്ന ഒരു ഇടമാണ്. പക്ഷേ ഇപ്പോൾ വളരെ ചുരുക്കം ചില ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ പ്രദേശത്തെ കടകമ്പോളങ്ങളൊക്കെ തന്നെ രാവിലെ സജീവമാവുന്നതാണ്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള കാഴ്ചകൾ ഇല്ല. ഒറ്റപ്പെട്ട ചില കൂൾബാറുകൾ, ടീ ഷോപ്പുകൾ മാത്രമാണ് ഈ തിരുനക്കരയിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കോട്ടയത്തു നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കോട്ടയത്തെ തിരുനക്കര ടാക്സി സ്റ്റാൻഡുണ്ട്. ആ ടാക്സി സ്റ്റാൻഡിൽ ടാക്സി വാഹനങ്ങളൊക്കെ ഇന്ന് സർവീസ് മുടക്കി ഇങ്ങനെ കിടക്കുന്നത്, സ്റ്റാൻഡിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൃശ്യങ്ങളിലൊക്കെ തന്നെ സാധാരണ നിലയിൽ ഓട്ടോറിക്ഷകളൊക്കെ തന്നെ ഇവിടെ സർവീസ് നടത്തുന്നതാണ്. ഈ സമയങ്ങളിൽ നിരവധി ഓട്ടോറിക്ഷകൾ ഈ സമയങ്ങളിൽ എത്തുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാഴ്ച ഇപ്പോൾ തിരുനക്കര ഓട്ടോ സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ, ഒപ്പം തന്നെ ഡ്രൈവർമാർ, മറ്റ് ഇതര മേഖലകളിൽ ജോലി നോക്കുന്ന എല്ലാവരും സഹകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ലേബർ കോഡ് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളിയെ പോലും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന ബോധ്യം ആ തൊഴിലാളിക്കുണ്ട്. കാരണം തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് മുതലാളിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റായി നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ മാറുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ രാജ്യവ്യാപകമായി ഉയരുകയാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് അറിയാത്ത ചില ആളുകൾ ഇതിനെ കുറ്റം പറയുന്നുമുണ്ട്. എങ്കിൽ കൂടിയും ബഹുഭൂരിപക്ഷം ആളുകളും ഈ സമരവുമായി സഹകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിവരം. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലും ഈ പണിമുടക്ക് ആദ്യ മണിക്കൂറിൽ സമ്പൂർണ്ണമാണ് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഫിനിഷ. ശരി, കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്.